തിരുനക്കര തേവരേ ശരണം. കോട്ടയത്തിന്റെ പൊൻതിളകം ജോസ്കോ ജൂവലേഴ്സ് കാലാകാലങ്ങളായി തിരുനക്കര തേവരുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന തിരുനക്കര പൂരം 2026 ഇതാ തേവരുടെ മണ്ണിൽ ആരംഭം കുറിക്കുകയായി. പൂരാവേശം തിരുനക്കരയിൽ ഒരുങ്ങുകയായി. അതെ, വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിശ്വനാഥ ചൈതന്യം നക്കരക്കുന്നിന്റെ മുകളിൽ വിശ്വതേജസ്സായി നിലകൊള്ളുമ്പോൾ ഇതാ ആ സത്യ ചൈതന്യമൂർത്തിയായ സാക്ഷിയാക്കി ഒരുങ്ങുന്നു വീണ്ടും പൂരം, തിരുനക്കര പൂരം. ഉഷശ്രീ ദുർഗാപ്രസാദിന്റെയും നടക്കൽ ഉണ്ണികൃഷ്ണന്റെയും തിരുനക്കരയുടെ താരസൂര്യൻ ഭാരത് വിനോദിന്റെയും തുടങ്ങി കഴിഞ്ഞ വർഷം വരെ ഈ പൂരഭൂമി ഭരിച്ചു നിന്ന ഈരാറ്റുപേട്ട അയ്യപ്പന്റെയും അക്ഷരനഗരിയുടെ സ്വന്തം കിരൺ നാരായണൻ കുട്ടിയുടെയും നമ്മെ വിട്ടകന്ന മറ്റനവധി ഗജരാജാക്കന്മാരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാ ജോസ്കോ ജൂവലേഴ്സ് ഈ വർഷം തേവരുടെ മണ്ണിൽ അവതരിപ്പിക്കുന്നു തിരുനക്കര പൂരം 2026. നാം മറക്കുവതെങ്ങനെ തിരുനക്കരയുടെ ചരിത്രം? മനസ്സുകൊണ്ട് അഭയം പ്രാപിക്കുന്ന മനുജനെ മാറോട് ചേർത്ത് രക്ഷയേകുന്ന മഹാദേവ ഭഗവാൻ വാടുന്ന തിരുനക്കരയ്ക്ക് പറയുവാൻ ഏറെയുണ്ട് ചരിത്രം. ഭഗവാന്റെ മാനസപുത്രൻ ഗജരാജ പഞ്ചാനനൻ കളഭകേസരി തിരുനക്കര ശിവൻ ചെവിയാട്ടി നിൽക്കുന്ന മണ്ണിലിതാ പൂരമൊരുങ്ങുന്നു. വീണ്ടും ഒരു തിരുനക്കര പൂരത്തിന്റെ ആവേശം ഒരുങ്ങുന്നു. നൂറായിരം അനുഭവ കഥകളും നിറഞ്ഞു നിൽക്കുന്ന മഹാദേവന്റെ മണ്ണിൽ തിടം വേറ്റി നിന്ന പൂരത്തിന് തുടക്കം കുറിച്ച് സാക്ഷാൽ പ്രത്യക്ഷ ഐരാവതം ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങി വെച്ച പൂരം 20 വർഷങ്ങൾക്കിപ്പുറം പത്മനാഭൻ രചിച്ച ചരിത്രത്തിന് തുടർച്ച നൽകിക്കൊണ്ട് അവതരിച്ച ഗുരുവായൂരപ്പന്റെ ഗജപൗരുഷം ഗുരുവായൂർ ദേവസ്വം വലിയ കേശവനും ഇന്ദുകല മുടിയിൽ ചൂടിയ ഭഗവാൻ ഭക്തവത്സലനായ ത്രിലോചനായി വാഴുന്ന മണ്ണിൽ അഴകന്റെ മൂർത്തിഭാവമായി എഴുന്നള്ളി നിന്നിരുന്നു അവൻ. പൂരങ്ങളുടെ പൂരത്തിന്റെ പൂരനായകനായിരുന്ന വീരപ്രമാണി സാക്ഷാൽ കളഭകേസരി തിരുവമ്പാടി ശിവസുന്ദർ. സങ്കടഹരനായ ശ്രീ പരമേശ്വരന്റെ മണ്ണിലെ പൂരത്തിന് നായകത്വം വഹിച്ചിവിടെ പലകുറി അവതരിച്ചില്ലേ മക്കളെ? ആ പെരുമാൾ ആനക്കോട്ടയത്തിന്റെ അഭിമാനവും ആന മലയാളത്തിന്റെ ഗന്ധർവനുമായി വാഴുന്ന ഒരേ ഒരു പെരുമാൾ സാക്ഷാൽ ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ വന്നിറങ്ങിയ മണ്ണ്, വന്നു നിന്ന് രാജാവായി പൂരം നയിച്ച മണ്ണ്. ഇത് തിരുനക്കരയുടെ മണ്ണ്, തിരുനക്കര പൂരം നിറയുന്ന മണ്ണ്. നാടും നഗരവും നഗരഹൃദയവും ഒരുങ്ങി നിന്ന ആ 2018 മറക്കാനാകുമോ കൂട്ടരെ? തിരുനക്കര അവതരിച്ചില്ലേ ഇവിടെ രാമൻ, ആവേശത്തിന്റെ പ്രതിരൂപമായ കലിയുഗ രാമൻ, ആന കേരളത്തിന്റെ ഒരേ ഒരു ഏകഛത്രാധിപതി സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വന്നിറങ്ങി എഴുന്നള്ളിയ മണ്ണ്, തിരുനക്കരയുടെ മണ്ണ്, തിരുനക്കര പൂരം നിറയുന്ന മണ്ണ്. ചരിത്രം തന്റെ ജന്മാവകാശമാക്കി മാറ്റിയ ആ ഇതിഹാസ ചക്രവർത്തി വേലപ്പാടങ്ങൾക്ക് നടുവിൽ ചേലോട് നിന്ന പാലക്കാട്ടുകാരൻ സാക്ഷാൽ ഗജവിശ്വനാഥൻ മംഗലാം കുന്നയ്യപ്പൻ അടക്കി ഭരിച്ച മണ്ണാണിത്. തിരുനക്കരയുടെ മണ്ണ്, തിരുനക്കര തേവരുടെ പൊന്മണ്ണ്. ഒരു വിരാമം കൊടുത്തുകൊണ്ട് വീണ്ടും ശിവൻ എഴുന്നള്ളി വന്ന പൂരത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പ്രഭ പകർന്നില്ലേ അവൻ? ചെമ്പട്ടും ചെമ്പൊന്നിൻ ചിലമ്പുമായി തട്ടകം വാഴുന്ന ചിറക്കലമ്മയുടെ സിന്ദൂരം തൊട്ട് വന്നില്ലേ അവൻ? അതെ, ആന കേരളത്തിന്റെ അടുത്ത കിരീടാവകാശി തന്റെ പാദമുദ്ര പതിപ്പിച്ചു മടങ്ങിയ മണ്ണ് സാക്ഷാൽ ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ വന്നു നിന്ന മണ്ണ്. ഇത് ശൈവമന്ത്ര പെരുമാൾ ഭൂമിയുടെ മറ്റൊരു കൈലാസം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ പുണ്യഭൂമിയിൽ അവതരിച്ചില്ലേ കാളി, ചിറക്കൽ കാളിദാസൻ.
കിമാജി രാമരാജാവ് അവതരിച്ചപ്പോൾ കിഴക്കേ ചേരുവാരത്തിന്റെ തടംപേറ്റി അവൻ നിന്നതും ഇവിടെ ചരിത്രമാണ്. അതെ, അവൻ തെക്കിന്റെ തട്ടകത്തിൽ നിന്നും തൃക്കടവൂരപ്പന് മകനായി വാഴുന്ന നാട്ടുരാജാവ്, സാക്ഷാൽ ഏക സഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു അവതാര പിറവിയാടിയ മണ്ണ് തിരുനക്കരയുടെ മണ്ണ്. ഇത് തിരുനക്കര തേവരുടെ മണ്ണ്. സകല ആഘോഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് തേവരുടെ മകനുണ്ട് ഇവിടെ. തിരുനക്കര തേവർക്ക് മകനായി തിരുവിതാംകൂറിന്റെ ഗജപ്പെരുമയ്ക്ക് തിളക്കം നൽകുന്ന മാണിക്യമായി ഇവിടെ വിളങ്ങുന്ന തേവർ മകൻ ഗജരാജ പഞ്ചാനനൻ കളഭകേസരി തിരുനക്കര ശിവനെ പ്രണമിച്ചുകൊണ്ട്, സാക്ഷാൽ തേവരെ പ്രണമിച്ചുകൊണ്ട് ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ നടയമരങ്ങളിലൂന്നി കടന്നു വരികയായി. തിരുനക്കര തേവരുടെ മണ്ണിലേക്ക് ഈ വർഷത്തെ പൂരത്തിന് ആദ്യമായി കടന്നു വരുന്നു. ഗജപ്പെരുമയിൽ ആറാടുവാൻ തിരുനക്കരയുടെ മാനസം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി ഇതാ നാട്ടാന സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം പകർന്നു നൽകിക്കൊണ്ട് അവതരിക്കുകയാണ് ഒരു സഖ്യപുത്രൻ. ഇവൻ വേമ്പനാട്ടു കായലൊഴുകുന്ന നാടിന്റെ നാമധേയം, ആന കേരളത്തിന്റെ ആവേശമാക്കുന്ന അഴകിന്റെ മാണിക്യം, ആന കേരളത്തിന്റെ നിത്യഹരിത നായകൻ സഖ്യകുലപതി വേമ്പനാട് വാസുദേവൻ വരികയാണ്. ആരവങ്ങൾ സ്വാഗതമോതുന്ന തിരുനക്കരയുടെ ഹൃദയത്തിലേക്ക് ആവേശമായി സാരഥിമാർ പള്ളിപ്പുറം ബാബു ആശാന്റെയും പ്രത്യുഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ. തെക്കൻ കാട്ടിൽ പിറന്ന തെക്കൻ നാട്ടിൽ വളർന്ന തെക്കൻ തമ്പുരാനായി തിളങ്ങി നിൽക്കുന്നവൻ. പുറ്റിങ്ങൽ അമ്മ തമ്പുരാട്ടിയുടെ ദാസനായി വളർന്ന തെക്കൻ ഭൂമിയെ അടക്കി ഭരിച്ച ചരിത്രമുള്ളവൻ. വൈക്കത്തപ്പന്റെ നാട് മാടി വിളിച്ചപ്പോൾ മാറ്റങ്ങളെ മനസ്സിലേറ്റി മധ്യ കേരളത്തിലേക്ക് കടന്നു വന്നവൻ. ആരാധകരുടെ വാസുവണ്ണനായി കരപ്പുറത്തിന്റെ രാജവീഥികളിൽ എഴുന്നള്ളി നിൽക്കുന്നവൻ. ഇന്ന് ഞാൻ ഇല്ലാത്ത ആവേശം ഈ നാട്ടിൽ എങ്ങും വേണ്ടെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിതാ വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ വരികയാണവൻ. സഖ്യകുലപതി വേമ്പനാട് വാസുദേവൻ. അതെ, തിരുനക്കരയുടെ പൂരാവേശത്തിന് സഖ്യ സൗന്ദര്യം കൊണ്ട് മികവ് സമ്മാനിക്കുവാൻ ഇരീതാ കടന്നു വരികയാണ് വേമ്പനാടിന്റെ നാട്ടാന ചന്തം. വേമ്പനാട് ഗ്രൂപ്പിന്റെ അഭിമാനവും തിരുവൈക്കത്തപ്പന്റെ അലങ്കാരവുമായ സഖ്യ തേജസ് സഖ്യകുലപതി വേമ്പനാട് വാസുദേവന്റെ വരവാണിത്. എണ്ണം പറഞ്ഞ നാടൻ ചക്രവർത്തിയാണിത്. അസാധ്യമാകുന്ന മുഖവിരിവ് കൊണ്ടും അസുലഭമാകുന്ന ലക്ഷണ തികവുകൾ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്നവനാണിവൻ. തിരുനക്കരയുടെ ഉത്സവാവേശത്തിൽ പതിവുകാരനായി നിറഞ്ഞു നിൽക്കുന്ന വേമ്പനാടിന്റെ ആനച്ചന്തം, അർജുനനും മഹാദേവനുമൊപ്പം വേമ്പനാടിന്റെ യശസ് ഉയർത്തുന്ന വീരപ്രജാപതി ഇതാ തന്റെ പതിവുകൾക്ക് മാറ്റം വരാതെ ആന കേരളത്തിന്റെ നിത്യഹരിത നായകനായി തിരുനക്കരയിൽ അവതരിക്കുകയാണവൻ. സഖ്യകുലപതി വേമ്പനാട് വാസുദേവനും സാരഥി മാർഗം തിരുനക്കര പൂരം 2026 സ്വാഗതം. ചരിത്രത്തിന്റെ ഇടനാഴിയിൽ ചന്തം കൊണ്ട് തന്നെ നാമധേയം കുറിച്ചിട്ട് പഴമയുടെ തമ്പുരാക്കന്മാരിൽ പ്രമുഖനായ വേമ്പനാട് വാസുദേവൻ വരികയായി. ഈ മണ്ണിലേക്ക് ഇതാ വരുന്നു. തിളക്കമുള്ള കാലത്തു നിന്നും തികഞ്ഞ ആവേശങ്ങളുടെ ഇടനാഴിയിലേക്ക് ഇനി ഇതാ ഒരു ഇടുക്കിക്കാരന്റെ വരവ്. ഇവൻ വൻമരങ്ങളെ കളിത്തോഴനാക്കി വടക്കത്തെ അലങ്കാരമാക്കി മലയോര നാടിന്റെ ഹൃദയത്തിൽ വാഴുന്നവൻ. തിളക്കമുള്ള താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇനി ഇതാ ഗോപുരവാതിൽ കടന്നു വന്നു ചേരുകയാണവൻ. പുത്തനാം ആവേശങ്ങൾക്കും പുതുമയുള്ള ആരവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന തൊടുപുഴയുടെ കൊമ്പനാന ഗജകേസരി കരിമണ്ണൂർ ഉണ്ണി. ഇതാ തന്റെ പ്രിയ സാരഥി ഷിഹാബിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും തിരുനക്കരയുടെ പൂരം കൂടുവാൻ വരികയാണവൻ. വമ്പന്മാരുടെയും വീരന്മാരുടെയും വൻമരങ്ങളുടെയും പോരാട്ടങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ലാത്തൊരാൺകുട്ടി, വാശിയുള്ള വക്കവടങ്ങളെ വെട്ടിവലിച്ച് ഉഷിരന്തെന്ന് തെളിയിച്ച കരുത്തിന്റെ നേർരൂപം. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞു തന്നെ ശീലിച്ച ആന കേരളത്തിന്റെ വേറിട്ട മഹിമകളെ നെഞ്ചോട് ചേർത്തവൻ. പൂരം വിരിഞ്ഞ നാട്ടിലും വേലകൾ നടക്കുന്ന നാട്ടിലും ആരാധകർ ഏറെ കാണുവാൻ കാത്തിരിക്കുന്ന അവതാരം കൊണ്ടവൻ. വൻമരങ്ങളോട് മല്ലിട്ട് വളർന്നപ്പോൾ വശ്യ സൗന്ദര്യം അകമ്പടിയായി ചേർന്ന വരാംഗ വിസ്മയം. വാരണ വീരന്മാരുടെ ആരവ പെരുമയിലേക്ക് തന്റെ പാദവും പതിയണമെന്ന വാശിയുള്ളവൻ ഗജകേസരി കരിമണ്ണൂർ ഉണ്ണി. ആരംഭം
കുറിക്കുന്ന കരിമണ്ണൂർ ഉണ്ണിയുടെ വരവാണിത്. അതെ, ഉണ്ണിക്കും സാരഥിമാർക്കും തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇതാ ഇനി ഇവിടെ നിറയുന്ന ആവേശങ്ങളിലേക്ക് അവതാരം കൊള്ളുകയാണ് തോട്ടക്കാട്ടിന്റെ ഉത്തമ ഗജരാജൻ. ഇവൻ ഉശിരൻ വാസിയുടെ ആൺപിറപ്പായ അക്ഷരനഗരിയുടെ ഹൃദയത്തിൽ വാഴുന്ന താരകുലപതി. ചരിത്രം തന്നിലൂടെ പിറക്കണമെന്ന വാശിയുമായി തിരുനക്കരയിൽ വീണ്ടും അവതാരം കൊള്ളുന്നവൻ ഗജകേസരി തോട്ടക്കാട്ട് രാജശേഖരൻ. തിരുനക്കരയുടെ പൂരവിസ്മയത്തെ നെഞ്ചോട് ചേർക്കുവാൻ തന്റെ പ്രിയ സാരഥി തോട്ടക്കാട്ട് അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണ്, കടന്നു വരികയാണവൻ. ഇവൻ അക്ഷരനഗരിയുടെ ആത്മാവുറങ്ങുന്ന തോട്ടക്കാട്ടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ ഗജനായകൻ. പേരുകേട്ട പൂരങ്ങളും പൂരങ്ങളുടെ പൂരവും വരെ തന്റെ രീതിയിൽ അലങ്കരിച്ച് ആവേശമാക്കിയവൻ. തിരുനക്കര തേവരുടെ ഈ പടിക്കെട്ടുകൾ ഇറങ്ങി ആവേശത്തിന്റെ പ്രജാപതിയായി പലകുറി പൂരം കൂടിയവൻ. ഏറ്റുമാനൂരപ്പനെ ഏകതാറിൽ സേവിച്ച് നിത്യദാസനായി ആഘോഷം കൂടുന്നവൻ. കിഴക്കോട്ട് എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്ന തിരുവൈക്കത്തപ്പൻ അകമ്പടി സേവിച്ച ചരിത്രമുള്ള കൊമ്പനാന. ഇടതടവില്ലാത്ത ആവേശമാന കേരളത്തിന് സമ്മാനിച്ച അക്ഷരനഗരിയുടെ അഭിമാനമായവൻ ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരൻ. ഇവൻ കരിമ്പന കൂട്ടങ്ങൾ ചൂളം വിളി മുഴക്കുന്ന വടക്കൻ വള്ളുവനാട് മുതൽ ഇങ്ങോട്ട് ഏത് പൂരപ്പറമ്പിലും നിറ സാന്നിധ്യമാകുന്നവനാണ്. അതെ, 20ാമത് വർഷം തിരുനക്കര പൂരം കൂടുവാനിതാ വീണ്ടും അവതരിച്ച സാനിവൻ. നിരവധി വീരന്മാർ വാണുവണങ്ങിയ തോട്ടക്കാട്ടു നാട്ടിലെ എക്കാലത്തെയും മികച്ച ഗജസാമ്രാട്ട്. ഇതാ തന്റെ കാലവും തന്റെ തേരോട്ടവും എവിടെയെങ്ങും അവസാനിച്ചിട്ടില്ലെന്ന വാശിയോടെ സാരഥി കോട്ടയം അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വന്നു നിൽക്കുകയാണവൻ. ആരവങ്ങൾ നിറയുന്ന തെക്കിന്റെ രാജഭൂമിയിൽ ആവേശ പെരുമ കൊണ്ട് വിളങ്ങിയവൻ. പിറന്ന മണ്ണിന്റെ വീറും വളർന്ന മണ്ണിന്റെ വാസിയും കൈമുതലാക്കി പലനാടും കീർത്തി കേട്ടവൻ ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖര, നിനക്കും സ്വാഗതം. വരവിന് സ്ഥാനമുണ്ടെന്ന് അവതരിപ്പിച്ച സാക്ഷാൽ ഒരു ഗജനായകന്റെ വരവാണ്. ഇതാ തന്റെ പുതുസാരഥി കിളിമാനൂർ അച്ചുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ പൂരപ്രപഞ്ചത്തിലേക്ക് വന്നു ചേരുകയാണവൻ. അതെ, ആനച്ചന്തങ്ങളെ അണിനിരത്തി നക്കരക്കുന്നിൽ വീണ്ടും പൂരാവേശം നിറയുമ്പോൾ ഇതാ വരികയാണ് കൊച്ചു മീനാടൻ. തെക്കൻ മലയാളത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ ഹൃദയം കീഴടക്കുന്നവൻ യുവരാജ കേസരി മീനാട് കേസു. തന്റെ പുതിയ സാരഥി കിളിമാനൂർ അച്ചുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തിരുനക്കര തേവരയെ തൊഴുത് ഇതാ ഈ പൂരപ്രപഞ്ചത്തിലേക്ക് വന്നു ചേരുകയാണ് കേസു. ഇവൻ തെക്കൻ മലയാളത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ ഹൃദയം കീഴടക്കുന്ന യുവവീരവസന്തം. വശ്യമായ സൗന്ദര്യം കൊണ്ടും വരദാനമാകുന്ന അലങ്കാരങ്ങൾ കൊണ്ടും തെക്കൻ മലയാളത്തിലെ വാരണഭൂമികളിൽ താരമായവൻ. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചെറുതല്ലാത്ത നിയോഗങ്ങളിലേക്ക് ചുവടുവച്ച് തന്റെ രാജകീയത ഊട്ടിയുറപ്പിക്കുന്നവൻ. വരും കാലത്തെ ആവേശങ്ങളോട് വരവിന് സ്ഥാനമുണ്ടാകുമെന്ന് വെല്ലുവിളിയോടെ പറയുന്ന ആ യുവരാജാവ് നാളെയുടെ സദസ്സുകളിൽ നായകത്വം തന്റെ പേരിലും കുറിക്കുമെന്ന് അടിവരയിട്ട് തെളിയിച്ച രാജകുമാരനാണിവൻ. വന്നു ചേരുകയായി മീനാട് ശ്രീ ധർമ്മശാസ്താവിനെയും തൊഴുതു വണങ്ങി ഉത്സവാവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ. ആനയടി തമ്പുരാന്റെ ആഘോഷ പ്രപഞ്ചത്തിൽ അലങ്കാരത്തിന്റെ നിറ സാന്നിധ്യമാകുന്നവൻ. നിലയ്ക്കാത്ത ആരവങ്ങൾ തനിക്കായി ഒരുങ്ങി നിൽക്കുന്നുവെന്ന് ഉത്സവ മലയാളത്തോട് ഉറക്കെ പറഞ്ഞവൻ യുവരാജ കേസരി മീനാട് കേസു. വരികയായി വായ്ത്താരികളും വാഴ്ത്തിപ്പാടലുകളും നാളെ തന്റെ വീഥികൾക്ക് കാത്തിരിക്കുന്നു
എന്ന് അടിവരകിട്ട് തെളിയിച്ചവൻ വരികയായി. വശ്യമായ സൗന്ദര്യം കൊണ്ടും വരദാനമാകുന്ന അലങ്കാരങ്ങൾ കൊണ്ടും തെക്കൻ മലയാളത്തിലെ പൂരഭൂമികളിൽ താരമായവൻ വരികയായി. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചെറുതല്ലാത്ത നിയോഗങ്ങളിലേക്ക് ചുവടുവെച്ച് തന്റെ രാജകീയത ഊട്ടിയുറപ്പിക്കുന്നവൻ വരികയായി. വരും കാലത്തെ ആവേശങ്ങളോട് വരവിന് സ്ഥാനമുണ്ടാകുമെന്ന് വെല്ലുവിളിയോട് പറയുന്ന യുവരാജാവിന്റെ വരവാണിത്. നാളെയുടെ സദസ്സുകളിൽ നായകത്വം തന്റെ പേരിലും കുറിക്കുമെന്ന് അടിവരിയിട്ട് തെളിയിച്ച രാജകുമാരനാണിവൻ. വന്നു ചേരുകയായി. മീനാട് ശ്രീ ധർമ്മശാസ്താവിനെ തൊഴുതു വണങ്ങി ഉത്സവാവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ. നിലയ്ക്കാത്ത ആരവങ്ങൾ തനിക്കായി ഒരുങ്ങി നിൽക്കുന്നുവെന്ന് ഉത്സവ മലയാളത്തോട് ഉറക്കെ പറഞ്ഞവൻ യുവരാജ കേസരി മീനാട് കേസർ. നിനക്കും സ്വാഗതം. ഇതാ ഇനി ഈ ഗോപുരം കടന്നു വരികയാണ് അവനും. ആനകൾ അനവധി വന്നും നിന്നും ചരിത്രം കുറിച്ച തെക്കൻ മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ വലിയ തമ്പുരാൻ ഗജരാജ ശ്രേഷ്ഠൻ കണിച്ചുനാൽ അർജുനൻ. ഇവൻ ഉത്സവ കേരളത്തിന്റെ ഹൃദയത്തിൽ ആവേശത്തിന്റെ പര്യായമായി തിളങ്ങുവാൻ തെക്കൻ നാട്ടിലെ ആനപ്പന്തിയിൽ തികഞ്ഞ താരമായ അവതാരം കൊണ്ടവനാണ്. ആർത്തിരം പൊന്ന ജനസാഗരത്തെ കോരിത്തെരിപ്പിച്ച് പൂരം കൂടി ആവേശത്തിന്റെ പര്യായം പലകുറി രചിച്ചവനാണ്. ചരിത്രമിറങ്ങുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ ചരിത്ര സത്യങ്ങളെ അടക്കി ഭരിച്ചെഴുന്നള്ളി നിന്നവനാണ്. കൊല്ലത്തെ എണ്ണം പറഞ്ഞ പൂരത്തിന്റെ തിറമ്പാലയായി ആശ്രാമം കണ്ണന്റെ മണ്ണിൽ ആരവങ്ങളെ അടക്കി ഭരിച്ചവൻ. പുതിയ നിയോഗങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് പുതിയ പുതിയ പൂരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവൻ. ചരിത്രഭൂമിയായ തിരുവിതാംകൂറിന്റെ രാജഭൂമികളിൽ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ചഴകിന്റെ ചക്രവർത്തിത തെക്കൻ മണ്ണിന്റെ എണ്ണം പറഞ്ഞ ഉയരക്കേമൻ ഗജരാജ ശ്രേഷ്ഠൻ കണിച്ചിനാൽ അർജുനൻ. ഇവൻ തെക്കൻ മലയാളത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തുവാൻ മയ്യനാടിന്റെ മണ്ണിൽ വാഴുന്ന മാതംഗ ശ്രേഷ്ഠൻ ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി. ഇതാ കോട്ടയം പട്ടണത്തിന്റെ അഭിമാനപൂരത്തിന് അരങ്ങ് കൊഴിപ്പിക്കുവാൻ പ്രിയ സാരഥി പ്രദീപിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. മാനത്തു നിറയുന്ന മേഘങ്ങളുടെ കാർവർണ്ണ ചൂടം മാതംഗ കേരളം ഭരിക്കുവാൻ ഇറങ്ങിയ ഗജധീരൻ. മാറ്റങ്ങളില്ലാത്ത രീതികൾ കൊണ്ട് ആന കേരളത്തിന്റെ ഹൃദയ ശ്രീലകത്ത് വാഴുന്നവൻ. ആഘോഷങ്ങളുടെ പൂരങ്ങൾ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച ചരിത്രത്തിന്റെ ഭാഗമായി സുന്ദര ഗജരാജനായി മാറിയവൻ. എണ്ണം പറഞ്ഞ തമ്പുരാക്കന്മാർ അണിനിരന്നു നിന്ന മയ്യനാട് ഗജനെറിയിലെ ഇന്നത്തെ മിന്നും താരം ഇതാ മറ്റൊരു പൂരം വിരുന്നൊരുക്കി നിൽക്കുമ്പോൾ ഈ ദേശത്ത് താരപ്രഭ വിടർത്തി കടന്നു വരികയായി. തെക്കിന്റെ വീരനായകൻ മാതംഗ ജന്മങ്ങൾ നിറഞ്ഞു നിന്ന മയ്യനാടിന്റെ ഇന്നത്തെ മഹനീയ താരകം മയ്യനാട് അരുണിമ പാർത്ഥസാരഥി. ചൊല്ലി വിളിച്ച ഭാവിയുടെ പടനായകൻ, ഭാവിയുടെ ഹിമവാൻ, യുവരാജ കേസരി ഗുരുജി ശിവനാരായണൻ. ത്തിന്റെ വിസ്മയകാഹളം മുഴക്കുവാൻ പ്രിയ സാരഥി സുമേഷ് മങ്ങാടിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ അവതരിക്കുകയാണ് കൂട്ടരെ അവൻ. ഇവൻ ആൺ പിറന്നവരിൽ ധീരന്മാർ വാഴുന്ന മണ്ണിൽ നിന്നും ആവേശത്തിന്റെ യുവപ്രജാപതിയാകുവാൻ കടന്നു വന്ന വിസ്മയം. കാലം കൈകൂപ്പി അഴകും പെരുമയും കൊണ്ട് ആവേശത്തിന്റെ പടനായകനായി തീർന്നവൻ. ഉന്നതങ്ങളുടെ സിംഹാസനത്തെ പുൽകേണ്ടുന്ന ഭാഗ്യജാതകവുമായി ഉത്തര മലയാളം കടന്നു വന്ന ധീരനായകൻ. പുതുമയുള്ള കാലത്തിന്റെ ആവേശങ്ങൾക്ക് പെരുമ പകർന്ന മലയാളക്കരയുടെ കിരീടം വെച്ച ചക്രവർത്തിയാകുവാൻ ഒരുങ്ങുന്നവൻ വരികയായി. യുവരാജ കേസരി ഗുരുജി ശിവനാരായണൻ. ജോസ്കോ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന തിരുനക്കര പൂരം
ഒരുങ്ങുമ്പോൾ ആന കേരളത്തിന്റെ ഗതാറിലേക്ക് എന്നും ആവേശത്തിന്റെ പ്രതിപുരുഷന്മാർ ചരിത്രത്തിന്റെ പേരിൽ കുറിച്ചിടുവാൻ ഒരുങ്ങുന്നവൻ. കരുത്തുറ്റ ഇതിഹാസങ്ങൾക്ക് വരും കാലത്ത് നായകനുണ്ടെങ്കിൽ അത് താൻ തന്നെ ആയിരിക്കുമെന്ന് അടിവരയിട്ട് തെളിയിച്ചവൻ. അവതാര പിറവികളിലെ ആവേശത്തിന്റെ മൂർത്തിയായി അലങ്കാര ഗോപുരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നവൻ. അടുത്ത തലമുറയുടെ ഇതിഹാസ കാവ്യത്തിൽ കാലം ഹിമവാനെന്ന് വിളിക്കേണ്ടുന്ന തീഷ്ണ യൗവനം. തികഞ്ഞ ആവേശങ്ങൾക്ക് മാത്രം തനിക്ക് താൻ നൽകിയെന്ന് കാലത്തോട് വെല്ലുവിളിച്ചു പറഞ്ഞ യുവരാജ വിസ്മയം വരികയായി. പൂരനഗരിയിൽ ചൈതന്യവാഹിനിയായ തട്ടക തമ്മിയുടെ തങ്ക തിരമ്പേറ്റി എഴുന്നള്ളുവാൻ നിയോഗം കിട്ടിയ അഴകിന്റെ പ്രജാപതി ഗുരുജിയിൽ ശിവനാരായണൻ ആഘോഷ പൂമഴ പെയ്യിക്കുവാൻ കിഴക്കൻ ചേരുവാരത്തിന്റെ പടയിൽ അണിനിരക്കുവാൻ ഇനി വരികയാണവൻ. പാലായുടെ മണ്ണിൽ നിന്നും പ്രൗഢിയുടെ കൊട്ടാരക്കെട്ടുകൾ കീഴടക്കി നിന്ന് വീരവിശ്വസ്വരൂപം ഇടനാട്ടുകാവിലമ്മയുടെ മണ്ണിലെ ഈ ഭരാജ കുലപതി ഗജസാമ്രാട്ട് ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. തന്റെ പ്രിയ സാരഥി മെഡിക്കൽ കോളേജ് അപ്പുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആഘോഷം കൂടുവാൻ തിരുനക്കരയുടെ മണ്ണിലേക്ക് വരികയാണ് ഗണേശൻ. ഇതിഹാസമായി പിറവികൊണ്ട് വർത്തമാന കാലത്തിന്റെ ഹൃദയം കീഴടക്കി നിന്നവൻ. പൂരം വിരിഞ്ഞ നാൾ മുതൽ പതിവിന് കോട്ടം വരാതെ തിരുനക്കരയെ കോരിത്തെരിപ്പിക്കുന്നവൻ. എഴുതപ്പെട്ട ചരിതങ്ങളിൽ തന്റെ നാമധേയം മുഴക്കിയ അക്ഷരനഗരിയുടെ എണ്ണം പറഞ്ഞ രാൺകുട്ടി ഗജസാമ്രാട്ട് പാലാ ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. എണ്ണം പറഞ്ഞ താരമായി എഴുന്നള്ളി നിന്നവൻ. വൈക്കത്തഷ്ടമിയുടെ ആഘോഷ രാവുകളിൽ ഈ വർഷവും തന്റെ നാമം കുറിച്ചിട്ടവൻ. ചരിത്രമുറങ്ങുന്ന മധ്യ തിരുവിതാംകൂറിന്റെ മടിത്തട്ടിൽ നിന്നും മലയാളം ആതങ്ക ലോകം കീഴടക്കിയ തമ്പുരാൻ. പാലായുടെ മണ്ണിൽ നിന്നും പ്രൗഢിയുടെ പടിക്കെട്ടുകൾ കയറി നെഞ്ചും വിരിച്ചു നിന്ന ഗജതാര സൂര്യൻ. മധ്യ കേരളത്തിന്റെ തലമുറകളിൽ ആനക്കമ്പത്തിന് വിത്തുതാകി വളർത്തിയവരിൽ മുൻനിരക്കാരൻ. പേരുകേട്ട ഇടനാടിന്റെ മടിത്തട്ടിൽ നിന്നും ചുവടുവെച്ച ചരിത്രത്തിലേക്ക് തന്നെ പാദഭൂമിയ ഗജദുർഗി ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശ, നിനക്കും സ്വാഗതം. കൊടുമണ്ണിന്റെ മണ്ണിലെ അഴകേറും കൊച്ചു തമ്പുരാൻ. തെക്കൻ മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഗജകേസരികൾ അണിനിരന്നു നിന്ന കൊടുമണ്ണിലെ ഇന്നത്തെ താരകം ഗജകേസരി കൊടുമൺ ശിവശങ്കരൻ. കാലത്തിന്റെ ആഘോഷ രാവുകളിൽ പ്രൗഢി പകരുവാൻ സാരഥി വയലാർ ഉണ്ണിക്കുട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. പുതിയ കാലത്തിന്റെ ആവേശമായി മാറുവാൻ ആവനാടിയിൽ തന്റെ ഗതമികമ ചീകി മിനുക്കി ഒരുങ്ങി നിൽക്കുന്നവൻ. ഇനിയും ഇനിയും വടക്കൻ വേലകളിലും പൂരങ്ങളുടെ നാട്ടിലും പൂരങ്ങളും നിറസാന്നിധ്യമാകേണ്ടുന്ന കൊമ്പൻ. നിരവധി കൊമ്പന്മാരുടെ അഴകുകൊണ്ട് ശീലിച്ച തെക്കൻ മലയാളത്തിന്റെ വേറിട്ട സൗന്ദര്യം യുവരാജാവ് ഗജകേസരി കൊടുമൺ ശിവശങ്കരൻ. താരങ്ങളെ കാണുവാൻ ജനസാഗരം അണിനിരക്കുന്ന നേരത്ത് കണ്ണിനു കാഴ്ചയായി നിറയുവാൻ ഇതാ തിരുനക്കരയിൽ കൊടുമണ്ണിന്റെ യുവരാജാവ് അവതരിക്കുന്നു. താരങ്ങളിൽ ആവേശത്തിന്റെ പ്രതിരൂപമായി മാറുന്ന തിരുനക്കരയുടെ തട്ടകത്തിലേക്ക് വരുന്ന യുവരാജാവ് ഗജകേസരി കൊടുമൺ ശിവശങ്കരനും സ്വാഗതം. 18 തിരുനക്കര തേവരുടെ മണ്ണിൽ ഗജവിവരണം ആരംഭം കുറിച്ച ഈ മണ്ണിലേക്ക് തിരുവൈക്കത്തപ്പന്റെ മണ്ണിൽ നിന്നും ഈ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുവാൻ സാധിച്ചത് തിരുനക്കര തേവരുടെ അനുഗ്രഹം. ഇതിനുവേണ്ടി അവസരമൊരുക്കി തന്ന തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയിലെ മുഴുവൻ അംഗങ്ങളോടും പ്രത്യേകിച്ച് അതിലെ പ്രിയപ്പെട്ട ഏട്ടന്മാരോടും കൂട്ടുകാരോടും ഈ ആഘോഷത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവർ കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഭാരത് ഗ്രൂപ്പിന്റെ എല്ലാമായ ഡോക്ടർ വിനോദ് വിശ്വനാഥൻ സാറിനോടും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരാൻ മനസ്സ് കാണിച്ച ക്ഷേത്രോപദേശക സമിതിയിലെ മുഴുവൻ അംഗങ്ങളോടും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ തിരുനക്കര പൂരത്തിന്റെ ഗജവിവരണം സ്നേഹപൂർവ്വം ഇത്രയും നേരം എല്ലാ പിന്തുണയും നൽകി ആവേശം സമ്മാനിച്ച പൂരത്തിന്റെ എല്ലാ വിസ്മയങ്ങളും സമ്മാനിച്ച മുഴുവൻ കൂട്ടുകാർ
കൂട്ടുകാർക്കും ഇവിടെ വന്നു ചേർന്ന് പ്രോത്സാഹിപ്പിച്ച മുഴുവൻ അംഗങ്ങൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി അർപ്പിച്ചു. ഈ ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കി മനോഹരമാക്കിയ ജോസ് സൗണ്ട് സിസ്റ്റത്തിലെ മുഴുവൻ ടെക്നീഷ്യന്മാർക്കും നന്ദി അർപ്പിച്ച് നിർത്തുന്നു. തിരുവൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്നും സ്നേഹപൂർവ്വം ഞാൻ ശൈലേഷ് വൈക്കം. ഒപ്പം അക്ഷരക്കൂട്ടങ്ങളെ എന്നും നെഞ്ചിനോട് ചേർത്ത് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ടീം മെമ്പർ അഖിൽ ഷാജി അൻപതിൽ, ഒപ്പം BGM സ്കോറിംഗ് നടത്തി കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആർട്ടിസ്റ്റ് ശ്രീ ജോൺ ക്രിസ്റ്റഫർ. എല്ലാവരോടും ഒരായിരം നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളും അറിഞ്ഞും അറിയാതെയും വന്ന് ഭവിച്ച സർവ്വതും ദേവരുടെ പാതാരവിന്ദനം സമർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു പൂര വിസ്മയത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ ശൈലേഷ് വയ്ക്കും.